ഇത് വാങ്ങിക്കഴിഞ്ഞിട്ട് എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ വളരെ പ്രശ്നങ്ങളാണ് വീട്ടില്. ഹായ്, നമസ്കാരം. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഒരു വീഡിയോ ചെയ്യുന്നത്. ഒത്തിരി പേര് ചോദിച്ചിരുന്നു വീഡിയോ എന്താ ചെയ്യുന്നത്. സമയക്കുറവുണ്ടായിരുന്നു, കുറച്ച് തിരക്കുകളൊക്കെ ഉണ്ടായിരുന്നു, ജോലി തിരക്ക്, വീട്ടിലെ പ്രാരാബ്ദങ്ങള്, ബുദ്ധിമുട്ടുകള്, പ്രയാസങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതിനിടയ്ക്ക് ഒരു ചെറിയൊരു വീട് വാങ്ങി. അപ്പൊ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ തിരക്കായതുകൊണ്ടാണ് വീഡിയോ എടുക്കാതിരുന്നത്. ഇപ്പൊ വീഡിയോ ആയിട്ട് വരാൻ കാരണം ഞാനൊരു വിശ്വാസിയാണ്. പക്ഷെ അന്ധവിശ്വാസങ്ങളില്ല, അനാചാരങ്ങളില്ല, ഒന്നുമില്ല. അതിനോടൊന്നും എനിക്ക് താല്പര്യമില്ലാത്ത ഒരാളാണ്. ഇപ്പൊ നമ്മൾ ഈ വീട് വാങ്ങിയതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ചെടികളൊക്കെ വാങ്ങിക്കൊള്ളാമെന്നുണ്ട്. വൈഫ് പറഞ്ഞു നമുക്ക് പോയി കുറച്ച് ചെടികളൊക്കെ വാങ്ങാം. അങ്ങനെ ഞങ്ങള് അവിടെ ഇവിടെയൊക്കെ കണ്ട കുറച്ച് ചെടികളൊക്കെ വാങ്ങി. വളരെ വിലക്കുറവുള്ളതൊക്കെ നോക്കിയാണ് വാങ്ങിയേക്കുന്നത്. വില കൂടിയൊന്നും വാങ്ങിയില്ല. അതിനിടയ്ക്കാണ് ഈ ഒരു ചെടി നമ്മുടെ തൊട്ടടുത്ത ഐക്യയിൽ പോയപ്പോൾ നമുക്ക് ഈ ഒരു ചെടി അവിടെ കണ്ടു. ഇത് വാങ്ങാനുള്ള കാരണം ഇതിന് വെറും 2 യൂറോ മാത്രമാണ് വില. ലക്കി ബാമ്പു. അപ്പൊ അവിടെ നിരത്തി വെച്ചിട്ടുണ്ട് സാധനം. ഇപ്പൊ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ വീട്ടിൽ ഇത് വന്നതിന് ശേഷം വളരെ അധികം ചെലവാണ് നമുക്ക് ഇപ്പൊ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ചോദിക്കും ഇത് വന്നതുകൊണ്ടാണോ ചെലവ് കൂടിയെന്ന്? അതെനിക്കറിയില്ല. ചെലവ് കൂടാനുള്ള കാരണം ഞാൻ പറഞ്ഞുതരാം. എനിക്ക് വരവ് കൂടുതൽ വരാൻ തുടങ്ങി. വരവെന്ന് പറഞ്ഞാൽ ഞാൻ പ്രതീക്ഷിക്കാത്ത സ്ഥലത്തുനിന്ന് പ്രതീക്ഷിക്കാത്ത സമയത്ത് എല്ലാ ദിവസവും എനിക്ക് കഴിഞ്ഞ 2-3 മാസമായിട്ട് പൈസ എൻ്റെ അക്കൗണ്ടിലേക്കോ എൻ്റെ കയ്യിലോ എങ്ങനെയെങ്കിലും ഒക്കെ എൻ്റെ അടുത്ത് വരുന്നുണ്ട്. പൈസ 200 രൂപ മുതൽ 10 ലക്ഷം രൂപ വരെ പ്രതീക്ഷിക്കാത്ത സ്ഥലത്തു നിന്ന് വന്നിട്ടുണ്ട്. അത് ഞാൻ നിങ്ങളോട് തുറന്നു പറയാം. അതിന് കുഴപ്പമൊന്നുമില്ല. ചില പൈസക്ക് നമുക്ക് തിരിച്ചു കൊടുക്കണമായിരിക്കും. എങ്കിൽ പോലും ഞാൻ പ്രതീക്ഷിക്കാത്ത സമയത്താണ് ആ പൈസകളൊക്കെ എൻ്റെ അടുത്ത് വന്നു കയറിയിരിക്കുന്നത്, പ്രതീക്ഷിക്കാത്ത സ്ഥലത്തു നിന്നും. അപ്പൊ അങ്ങനെ അമിതമായിട്ട് പൈസ വന്നപ്പോൾ ആ പൈസ നമ്മൾ ചെലവാക്കാനും തുടങ്ങി. അതുകൊണ്ടാണ് ചെലവ് കൂടിയെന്ന് പറഞ്ഞത്. അല്ലാതെ ഇത് വന്നതുകൊണ്ട് ചെലവ് കൂടിയതല്ല. അപ്പൊ നിങ്ങൾക്ക് ഈ ലക്കി ബാമ്പ് വീട്ടിൽ വെച്ചുകൊണ്ട് ലക്കിയായിട്ട് അങ്ങനെ പൈസകൾ എവിടെന്നെങ്കിലും വന്നിട്ടുണ്ടോ, പൈസകൾ വരുന്നുണ്ടോ, കിട്ടിയിട്ടുണ്ടോ? ഇത് നിങ്ങൾ കൂടെ കമന്റിലൊന്ന് അറിയിക്കാം. വിശ്വാസമാണോ അന്ധവിശ്വാസമാണോ എന്ന് എനിക്കറിയില്ല. എന്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ ലക്കി ബാമ്പു വീട്ടില് കൊണ്ടുവരുന്നത്. ഈ ഒരു ചെടി മാത്രമേ ഉള്ളൂ. ഇതിൽ 2 തണ്ടാണ്. ഇതിലെ തണ്ടിന്റെ വ്യത്യാസങ്ങൾ എനിക്കിത് അറിയത്തില്ല. 2 തണ്ട്, 3 തണ്ട്, 4 തണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അത് എവിടെ വെക്കണം, എങ്ങനെ വെക്കണം എന്നൊക്കെ എനിക്കറിയില്ല. എനിവേ, ഇതുവരെയുള്ള ഒരു അനുഭവം അനുസരിച്ച് അങ്ങനെ സുഖകരമായ ഒരു ജീവിതം മുന്നോട്ട് പോകുന്നു. നിങ്ങൾക്കും ഈ ഒരു ലക്കി ബാമ്പ് വാങ്ങി അങ്ങനെ നല്ല ഐശ്വര്യങ്ങൾ ഭവനത്തിൽ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. വിശ്വസിക്കുക. അന്ധവിശ്വാസം വേണ്ട. വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് മുന്നോട്ട് പോവുക. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. നന്ദി, നമസ്കാരം. താങ്ക് യു.